1991 മുൻപുള്ള ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിദേശത്ത് നിന്ന് ഒരു ടിവിയോ വാച്ചോ കൊണ്ടുവരണമെങ്കിൽ എന്ത് പാടായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ ഏത് ബ്രാൻഡും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ഇന്ത്യയെ, പ്രത്യേകിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അടിമുടി മാറ്റിയ ആ മാജിക് എന്താണ്? അതാണ് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി മാറിയതിന്റെ പിന്നിലെ കഥയാണ് ഇന്ന് മണി ന്യൂസ് മലയാളം പരിശോധിക്കുന്നത്. ചരിത്രം നോക്കിയാൽ 17ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യ. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നമ്മുടെ വിപണി പുറം ലോകത്തിന് മുന്നിൽ അടച്ചിട്ടു. എന്നാൽ 1991 കാര്യങ്ങൾ മാറിമറിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ലോകത്തിന് മുന്നിൽ വാതിലുകൾ തുറന്നു. ഇറക്കുമതി തീരുവകൾ കുറച്ചു. വിദേശ കമ്പനികളെ സ്വാഗതം ചെയ്തു. ഇതിന്റെ ഗുണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വിദേശ നിക്ഷേപം അഥവാ FDI. 1990 ഇന്ത്യയിലെ വിദേശ നിക്ഷേപം വളരെ തുച്ഛമായിരുന്നു. എന്നാൽ ഇന്ന് മൗറീഷ്യസ്, സിംഗപ്പൂർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. റീറ്റെയിൽ, കൽക്കരി ഖനനം, നിർമ്മാണ മേഖല തുടങ്ങി പലയിടത്തും 100% വരെ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് നമ്മൾ. രണ്ടാമത്തെ കാര്യം പ്രവാസികളാണ്. ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. ലോക ബാങ്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ ഇന്ത്യയാണ് ലോകത്ത് ഒന്നാമത്. വർഷം $100 ബില്യൺ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ GDPയുടെ വലിയൊരു ഭാഗമാണ്. പിന്നെ പറയേണ്ടത് IT മേഖലയെ കുറിച്ചാണ്. 90കളിൽ തുടങ്ങിയ IT വിപ്ലവം ഇന്ത്യയുടെ ജീവിത നിലവാരം തന്നെ മാറ്റിമറിച്ചു. Y2K പ്രശ്നവും ഇന്റർനെറ്റിന്റെ വരവും ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് ലോകമെമ്പാടും ഡിമാൻഡ് ഉണ്ടാക്കി. ഇതൊരു പുതിയ മധ്യവർഗത്തെ തന്നെ ഇന്ത്യയിൽ സൃഷ്ടിച്ചു. പക്ഷേ ഈ നാണയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ആഗോളവൽക്കരണം എല്ലാവരെയും സഹായിച്ചോ? പണക്കാർ കൂടുതൽ പണക്കാരായപ്പോൾ പാവപ്പെട്ടവർ പലപ്പോഴും പിന്നിലായി. കാർഷിക മേഖലയെ ഇത് പ്രതികൂലമായി ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. വ്യവസായങ്ങൾക്ക് കിട്ടിയ പരിഗണന കൃഷിക്ക് കിട്ടിയില്ല. ഉൽപാദന ചെലവ് കൂടിയതും വിളകൾക്ക് വിലയില്ലാത്തതും കർഷക ആത്മഹത്യകളിലേക്ക് വരെ നയിച്ചു. കൂടാതെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കുതിച്ചു ചാടിയപ്പോൾ ബീഹാർ, UP, ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ വികസനത്തിൽ ഇപ്പോഴും കിതയ്ക്കുകയാണ്. ചുരുക്കത്തിൽ ആഗോളവൽക്കരണം ഇന്ത്യക്ക് നൽകിയത് സമ്മിശ്ര ഫലങ്ങളാണ്. സാമ്പത്തികമായി നമ്മൾ വളർന്നു, ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നു. എന്നാൽ സമത്വം ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണ്. പുതിയ കാലത്തെ ഡിജിറ്റൽ ഇന്ത്യയും ഗ്ലോബൽ ഇന്ത്യയും സാധാരണക്കാരന് എത്രത്തോളം ഗുണം ചെയ്യും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ബിസിനസ് വിശകലനങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.